ഇനി അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലാം. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാഭികൽപ്പാദികാലേ തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠവൈകുണ്ഠരൂപം. ഓരോ അക്ഷരങ്ങളായിട്ട് പറയാം. നിർവ്യാപാരോപി നിഷ്കാരണം അജ ഭജസേ യത് ക്രിയാം ഈക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിർ അസതി കൽപ്പാപി കൽപ്പാദി കാലേ തസ്യാ സംശുദ്ധം അംശം കാമപിതം അതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി ത്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠ രൂപം. ത്തിൻ്റെ അർത്ഥം, ഹേ അജ, അല്ലയോ അജ, ത്വം നിർവ്യാപാര അപി, അങ്ങ് സ്വതവേ ഒരു ചേഷ്ടയുമില്ലാത്തവനാകുന്നു. എങ്കിലും നിഷ്കാരണം, വ്യക്തമായ ഒരു കാരണവും കൂടാതെ, ഈക്ഷണാഖ്യാം ക്രിയാം ഭജസേയത്, ഈക്ഷണം എന്ന ഒരു ചേഷ്ടയെ കൈക്കൊള്ളുന്നു എന്നത് യാതൊന്നോ, നോട്ടം, ഭഗവാന്റെ ഒരു നോട്ടം മാത്രം, അങ്ങനെയുള്ള ഒരു ചേഷ്ടയെ കൈക്കൊള്ളുന്നു എന്നത് യാതൊന്നോ, തേനയേവ, അതിനാൽ തന്നെയാണ്, അസതി കൽപ്പ അഭിലീന പ്രകൃതി, ഇല്ലാത്തതായി തോന്നിയിരുന്നുവെങ്കിലും അങ്ങയിൽ ലയിച്ചു കിടന്നിരുന്ന ആ പ്രകൃതി മായ കൽപ്പാദികാലെ, ആ കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ ഉദേതി, ഉയർത്തെഴുന്നേൽക്കുന്നത്, സ്വമഹിമ വിഭവാകുണ്ഠ, തൻ്റെ തികഞ്ഞ മഹിമാവിനാൽ, തനിക്ക് അപാരമായ ഒരു മഹിമ ഉള്ളതിനാൽ ഒന്നിലും മടക്കം പറ്റാത്തവനെ, വൈകുണ്ഠ, വൈകുണ്ഠവാസിയായ ശ്രീ മഹാവിഷ്ണു. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ കുണ്ഠതയില്ലാത്ത സ്ഥലം, ദുഃഖമില്ലാത്ത സ്ഥലം, അതാണ് ഭഗവാന്റെ വാസസ്ഥാനം. വൈകുണ്ഠവാസിയായ ശ്രീ മഹാവിഷ്ണു സ ത്വം, ആ അങ്ങ്, നിർവ്യാപാരനായ നിന്തിരുവടി, തസ്യ അതിരോധായകം സംശുദ്ധം സത്വരൂപം കമപി, ആ മായയുടെ ഒന്നിനെയും മറയ്ക്കാത്തതും ഒട്ടും കലർപ്പില്ലാത്തതും, പ്രകൃതിയുടെ ഒന്നിനെയും മറയ്ക്കാത്തതും ഒട്ടും കലർപ്പില്ലാത്തതുമായ അംശം ധൃത്വ, സത്വഗുണം എന്ന രൂപത്തിലുള്ളതുമായ അംശത്തെ കൈക്കൊണ്ട്, രൂപം ദധാസി, അങ്ങനെയുള്ള രൂപത്തെ ധരിക്കുന്നു. അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. Yeah.